മച്ചാന്മാരെ അങ്ങനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ കോയിൻ മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ സോംബീസിനൊക്കെ വെടിവെച്ചിട്ട് ഞാൻ ഓരോ കോയിൻസും കാര്യങ്ങളും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ഈ മെഷീനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, ഇതെങ്ങനെയാണ് ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് ഫുൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. സ്കിപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഇതെങ്ങനെയാണ് വർക്കും കാര്യങ്ങളും ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് കിട്ടുന്നതെന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല സ്കിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തതിന്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കേണ്ട, അവരും ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അവർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ മെഷീൻസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണ് നോക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഈ സോംബീസിൻ്റെ ഒക്കെ മിഷൻസും കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ചെയ്തത്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇത് ചെയ്തതിന് എന്തൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിനകത്തോട്ട് കറൻ്റ് നമുക്ക് അയൺമാൻ്റെ സ്യൂട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അയൺമാൻ്റെ സ്യൂട്ടും കാര്യങ്ങളും വന്നേക്കുന്നത്. അയൺമാൻ്റെ സ്യൂട്ടും നല്ല ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ക്യാരക്ടറും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേർക്ക് കിട്ടിയവർക്ക് തന്നെ അത് പോയിട്ടുണ്ടായിരുന്നു, കുറേ പേർക്ക്. അപ്പോൾ പോയവരുടെ കാര്യങ്ങൾ എന്താ ഞാൻ ചോദിച്ചിട്ട് കൃത്യമായിട്ട് പറയുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും കുറേ പേര് എനിക്ക് കമൻറ്റ്സ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. എനിക്കറിയാം കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്, കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും കമൻറ്റ്സും കാര്യങ്ങളും ചെയ്യാത്തതുകൊണ്ടാണ് വേറെ കുറേ പേര് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കിട്ടിയിട്ട് അത് പോയി പിന്നെ ആഡാകുന്നില്ല എന്ന് പറയുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുന്നതാണ്. നമ്മൾ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ കയറി നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളുണ്ടായിരിക്കും. ഓൾറെഡി ഡൗൺലോഡ് ചെയ്തവരാണെങ്കിൽ ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേണം പുതിയത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ RGS മെനുവിനകത്തൊന്ന് ഇങ്ങനെ ലോഡ് ചെയ്യേണ്ടതാണ്. ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ സൈഡിൽ ഒരു ഡൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളും വരുന്നുണ്ടോ ഇല്ലോ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അപ്പോൾ ആദ്യം അത് RGS മെനുവിനകത്ത് കയറി നിങ്ങളത് സെലക്ട് ചെയ്തതിന് ശേഷം സൈഡിൽ ഡൺ എന്ന് വന്നതിന് ശേഷം നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ക്യാരക്ടറിലേക്കായിരിക്കും മാറുന്നത്. നമ്മുടെ അയൺമാൻ്റെ ക്യാരക്ടറിലോട്ടായിരിക്കും നേരെ മാറുന്നത്. അങ്ങനെ മാറാത്തവർ കുറേ പേർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് സൈഡിൽ ഡണ്ണെന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ഗെയിമിൻ്റെ ഗ്ലിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഗ്ലിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ അയൺമാനൊക്കെ കോപ്പി ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ക്യാരക്ടർ ഇപ്പം നിങ്ങൾ ഓടുന്ന ചാടുന്നേക്ക് നിൽക്കുന്ന അയൺമാൻ്റെ കൂടെയാണ്, അയൺമാൻ്റെ സ്യൂട്ടിട്ടാണ്. പക്ഷേ എന്നാൽ നമുക്കിവിടെ ഒരു ഗ്ലിച്ചും കാര്യങ്ങളും വരുത്താൻ പറ്റും. അപ്പോൾ ഗ്ലിച്ച് വരുത്തി നമുക്ക് അയൺമാൻ്റെ സൂട്ടും കാര്യങ്ങളും പ്രത്യേകം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാറും കാര്യങ്ങളും എടുക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഒരു കാർ എടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു കാറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മോഡ് ഓൺ ചെയ്യണം. മോഡ് ഓൺ ചെയ്തിട്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം മോഡ് ഓണും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. മോഡ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാറിൻ്റെ അകത്തോട്ട് കയറേണ്ടതാണ്. കാറിനകത്ത് കയറാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പം മോഡിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ അവിടെ ജസ്റ്റ് കാറിലൊന്ന് ക്ലിക്ക് ചെയ്യണം. ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കാറിൽ കയറാൻ ഓപ്ഷൻ ഉണ്ട്. ആ കാറിൽ കയറുന്ന ഓപ്ഷനിൽ കാറിൽ കയറേണ്ടതാണ്. നിങ്ങൾ കാറിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾ കോപ്പിയും കൂടെ അടിക്കേണ്ടതാണ്. അപ്പോൾ കോപ്പി അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സൈഡിൽ 2 അയൺമാൻ്റെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. നമ്മുടെ ബോഡി കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ബോഡിക്കകത്ത് നമ്മുടെ അയൺമാൻ്റെ ക്യാരക്ടറിൻ്റെ സ്യൂട്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജസ്റ്റ് അവിടെ നിന്ന് കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ നമുക്ക് ഇപ്പുറത്ത് തന്നെ നമ്മുടെ അയൺമാൻ്റെ ഗ്ലിച്ചും കാര്യങ്ങളായിട്ടാണ് കോപ്പി ആയിട്ടൊന്ന് ക്യാരക്ടറും കാര്യങ്ങളും ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കേണ്ടതാണ്. ഈ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടോ എന്ന്. അതിപ്പം ഈ ഒരു വണ്ടി മാത്രമല്ല വേറെ ഏത് വണ്ടി വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. അതുപോലെ നമ്മളിവിടെ എന്ത് കാണിക്കുന്നുണ്ടോ അതെല്ലാം അവിടെയും തന്നെ കാണിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ ഗണ്ണെടുത്തോ ഗണ്ണ് വെച്ച് വെടിവെച്ച് അതുപോലെ തന്നെ അപ്പുറത്തും കാണിക്കുന്നുണ്ട് ആ ഇമോഷൻസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചത്തുപോയി തന്നെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരെ ടോപ്പിക്കിലോട്ട് വരാവുന്നതാണ്. അപ്പോൾ ഒത്തിരി പറഞ്ഞ ടൈം കളയുന്നില്ല, നമ്മുടെ നേരെ ടോപ്പിക്കിലെത്തുന്ന നമ്മുടെ കോയിൻസിൻ്റെ ടോപ്പിക്, കോയിൻ മെഷീൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണെങ്കിൽ കുറേ സോംബീസിനൊക്കെ കൊല്ലുമ്പോൾ ഇഷ്ടംപോലെ കോയിൻസും കാര്യങ്ങളും എനിക്കിവിടെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മിഷൻസ് കാര്യങ്ങൾ. കാരണം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അത് ജസ്റ്റ് കോയിൻസ് പോയി കളക്ട് ചെയ്ത് റിവാർഡ് എടുക്കുക എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു നമുക്ക് വന്നിരുന്നത്. അതൊരു മിഷനാണ്, അല്ലാതെ വേറൊരു മിഷനാണ് ഇത്. നമുക്ക് വീണ്ടും അടുത്തൊരു മിഷനും കാര്യങ്ങൾ കൊണ്ടുവന്ന് കുറച്ച് നല്ല രീതിയിൽ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമുക്ക് കളിച്ചെടുക്കണം എന്നൊക്കെ കുറേ പേര് ആഗ്രഹിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു മിഷനും
മിഷനും കാര്യങ്ങളും കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഇഷ്ടംപോലെ സോംബീസും കാര്യങ്ങളുണ്ട്. അപ്പം വലിയ സോംബീസിനെ കൊല്ലുമ്പോൾ വലിയ വലിയ കളക്ഷൻസും കാര്യങ്ങളും കിട്ടും. അങ്ങനെ നമ്മൾ ഇതിനകത്ത് പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ അവസാനം നമുക്ക് റിവാർഡ്സും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളും. അപ്പോൾ എത്ര പേർക്ക് ഒരു ഓപ്ഷൻ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ഈ ഒരു മിഷനും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ മിഷനും കാര്യങ്ങളും ഇനി എപ്പോഴാണ് കിട്ടുന്നത് നിങ്ങളുടെ ഗെയിമിലേക്ക്, അതാണ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഈ മിഷൻസും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് കിട്ടുന്നത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ട്, അതെനിക്കറിയാവുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്ഡേറ്റും കാര്യങ്ങളും കൂട്ടന്നെ വരും, നമുക്ക് ഈ വരുന്ന ആഴ്ച കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു മിഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെവലപ്പർ നമ്മളോട് പറയാൻ കുറച്ച് ഡിലേയും കാര്യങ്ങൾ തന്നെ, കാരണം ഡെവലപ്പർ ആലോചിച്ച് ചുമ്മാ നിങ്ങൾക്ക് ഇങ്ങനെ കോയിൻസ് കളക്ട് ചെയ്ത് റിവാർഡ് തരുന്നതിൽ അതൊരു ഇതൊന്നും കാണത്തില്ല, ഒരു രസം കാണത്തില്ല. കാരണം ചുമ്മാ നിങ്ങൾ പോയി വണ്ടി കൊണ്ട് കറങ്ങിപ്പോയി കോയിൻസ് കളക്ട് ചെയ്ത് റിവാർഡ് എടുത്ത് പിന്നെ വണ്ടി കൊണ്ട് കറങ്ങിപ്പോയി കോയിൻസ് എടുക്കുക, അതിനേക്കാളും ഏറ്റവും ബെറ്ററാണ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇതാണ്. കാരണം നമ്മൾ മിഷൻസ് ക്ലിക്ക് ചെയ്ത് തന്നെ 2 മിഷൻ കാണാം, മിഷൻ 1 മിഷൻ 2 കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഞാൻ മിഷൻ 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരെ ഇപ്പം ഞാൻ സോംബി ഐലൻഡിലേക്ക് പോകും. സോംബി ഐലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു പെട്ട് കിടക്കുന്നൊരു ഇതിനകത്തുണ്ട്, ഒരു ഷെൽട്ടറിൻ്റെ അകത്തോ പെട്ട് കിടക്കുന്നുണ്ട്. അവിടെ എനിക്ക് കിട്ടുന്ന ഗൺസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ ഗൺസ് ഉണ്ട്, ഈ ഗൺസ് കാര്യങ്ങളൊക്കെ വെച്ച് വെടിവെച്ച് അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്ത് ഓരോ ഗൺസ് കാര്യങ്ങളും ഞാൻ എടുക്കണം. അങ്ങനെ എടുത്താണ് എനിക്ക് അങ്ങനെ മറ്റേ മിഷൻ ഗൺ വരെ എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ എത്തിക്കുന്നതും കൂടെ തന്നെ നമുക്ക് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് നല്ല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ കളിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ, അതോ ബോറിംഗ് ആയിട്ടാണോ, അതോ ഇതിനേക്കാൾ കൂടുതൽ മിഷൻസും കാര്യങ്ങളും ഇനി കൊണ്ടുവരണോ എന്നൊക്കെ ഉള്ളവരോട് ജസ്റ്റ് അവിടെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അപ്ഡേറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റത്തുള്ളൂ, അതെനിക്ക് നല്ലതായിട്ട് അറിയാവുന്നതാണ്. അപ്പം നമുക്കിവിടെ കണ്ട ഇപ്പോൾ കുറച്ച് സോംബീസിനൊക്കെ വെടിവെച്ചപ്പോൾ തന്നെ നമുക്കൊരു കുറച്ച് പോയിൻറ്റ്സ് കയറിയപ്പോൾ തന്നെ നമുക്ക് ഗൺസ് അപ്ഗ്രേഡ് ആവുന്ന കണ്ടോ. ഇപ്പോൾ നമുക്ക് പിസ്റ്റലിൽ ഇന്ന് AKM-ലോട്ടായി, അതുപോലെ തന്നെ AKM-ൽ നിന്ന് അടുത്ത അങ്ങനെ ഗണ്ണ് അപ്ഗ്രേഡായി പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഈവൻറ്റ് കാര്യങ്ങളും ഈ ഒരു മിഷനും കാര്യങ്ങളും നിങ്ങളുടെ ഗെയിമിൽ കൂട്ടന്നെ തന്നെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എല്ലാവരും കമൻസും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാനാണ്. 1-2 പേര് 10 വട്ടം അങ്ങനെ സെയിം കമൻസ് തന്നെ ഇടാതെ തന്നെ എല്ലാവരും കാണുന്നവരെല്ലാവരും ഈ മിഷൻ വേണം, മിഷൻ ഈവൻറ്റ് വേണം എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് കമൻസും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ മിഷൻസും കാര്യങ്ങളും ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് കൂട്ടന്നെ തന്നെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്ഡേറ്റ് കാര്യങ്ങൾ ഇനി എപ്പോഴാണ് വരുന്നത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് മേ ബി ഇനി നെക്സ്റ്റ് മന്തത്തേക്ക് കാണുമായിരിക്കും. നെക്സ്റ്റ് മന്തിന് വരാൻ ഇനിയും അത്രയും ദിവസം കൂടിയല്ല, ഒരു 7-8 ദിവസം കൂടെ കണ്ടുള്ളൂ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നെക്സ്റ്റ് മന്തിലേക്ക് നമുക്ക് കുറേ ഐറ്റംസും കാര്യങ്ങൾ കിട്ടാൻ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുതിയ മിഷൻസും അതുപോലെ തന്നെ വേറെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമുക്കിവിടെ ഓരോ മിഷൻസ് കാര്യങ്ങൾ ക്ലെയിം റിവാർഡൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ക്ലെയിം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടുത്ത മിഷനും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലെയിമും കാര്യങ്ങളൊക്കെ ഇതാണ്, നമുക്ക് റിവാർഡ്സും കാര്യങ്ങൾ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് മിഷനും കാര്യങ്ങൾ അൺലോക്ക് ആവുന്നതായിരിക്കും. അൺലോക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്കൊരു മൂലയ്ക്ക് നിന്ന് അടുത്ത മൂലയ്ക്ക് അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് പോകുന്ന മിഷനും കാര്യങ്ങളാണ്. അപ്പം ഇത് കുറച്ചുകൂടി നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം നമുക്ക് കണ്ടുപിടിക്കണം എവിടെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കോയിൻസും കാര്യങ്ങളും. അങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ അവിടേക്ക് കയറി നമ്മൾ ആ കോയിൻസ് കാര്യങ്ങൾ കളക്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ നമുക്ക് അടുത്ത മിഷൻ അൺലോക്ക് ആകും. അങ്ങനെ അൺലോക്കായി പോകുന്നതായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് വേറെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഡെവലപ്പറിനോട് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചോദിച്ച് എന്തായാലും വരുന്ന വീഡിയോസിൽ നമ്മൾ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് എൻ്റെ ചാനലും കാര്യങ്ങളും. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഉടനെ തന്നെ കിട്ടത്തുള്ളൂ. നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ്സും ലീക്സ് കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ വന്ന് അത് ആദ്യം അറിയിക്കുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ വീഡിയോ ഇട്ട് എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ യൂട്യൂബ് ചാനൽ അറിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനലും വാട്സപ്പ് ചാനലും ജോയിൻ ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചിരിക്കേണ്ടതാണ്. എന്നാലും നിങ്ങൾക്ക് ഇതിന് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടത്തുള്ളായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്ഡേറ്റ് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. നമുക്ക് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മിഷൻസും കാര്യങ്ങളും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ആയിരുന്നു ഇത്രയും ഡിലേയും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഡിലേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് നമുക്ക് ഈ ആഴ്ച നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞ അപ്ഡേറ്റും കാര്യങ്ങൾ ഡിലേ ആയി പോയത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ആഡ് ചെയ്തേക്കുന്നത്.
വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ മിഷൻസ് കാര്യങ്ങളും വരാൻ കിടപ്പുണ്ട്, അതിൻ്റെ ഈവൻറ്റ്സ് കാര്യങ്ങളും കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് വെക്കുക എല്ലാത്തിനും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് പിന്നെ പൂർത്തിയാക്കാൻ പറ്റാതെ പോകുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ ഇത്ര ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ എല്ലാം കൂടി ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മേജർ അപ്ഡേറ്റ് ഒരു 2-3 മാസത്തേക്ക് നമുക്ക് അപ്ഡേറ്റ് കാര്യങ്ങൾ വരാതെ പെട്ടെന്നൊരു അപ്ഡേറ്റ് കാര്യങ്ങൾ വന്ന് അതിൻ്റെ ഇഷ്ടം പോലെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെയൊക്കെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെയൊക്കെ മടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ മാസം ഓരോ അപ്ഡേറ്റും കാര്യങ്ങളും കൊണ്ടുവരുന്നത്. ആ മാസത്തിനിടയ്ക്ക് തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ടാണ് ഡെവലപ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കമൻസ് കാര്യമായിട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് അവരുടെയും കൂടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയേണ്ടതാണ്. എന്നാലും നിങ്ങളുടെ ഫ്രണ്ട്സൂടെ കമൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഡിമാൻഡ് കാര്യങ്ങൾ കൂടുന്നതായിരിക്കും. അപ്പോൾ ഡിമാൻഡ്സ് കാര്യങ്ങൾ കൂടുന്നതനുസരിച്ചായിരിക്കും നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അയൺമാൻ്റെ ക്യാരക്ടർ കാര്യങ്ങൾ കുറേ പേര് നമ്മളോട് കമൻറ്റ് ചെയ്തിട്ടാണ് അയൺമാൻ്റെ ക്യാരക്ടറുകളൊക്കെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇനി വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതോടെ മസ്റ്റായിട്ട് നിങ്ങൾ കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ ചാനലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. നമുക്ക് ഈ ചാനൽ കാര്യങ്ങൾ നല്ല രീതിയിൽ ഗ്രോത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ബാക്കിയുള്ള ചാനൽസ് കാര്യങ്ങൾക്കെല്ലാം ഓരോ